നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിലെ രാഷ്ട്രീയ വിവാദത്തിൽ CV ബാലചന്ദ്രന് മറുപടിയുമായി VT ബൽറാം. കേരളം മുഴുവൻ മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ പിന്നിൽ നിന്ന് കുത്തരുതെന്ന് VT ബൽറാം പറഞ്ഞു. മാറ്റത്തിന് വേണ്ടി തൃത്താല തയ്യാറാവുകയാണ്. അതിനിടയിൽ നമ്മുടെ ഇടയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഇതിന് തടസ്സമാകരുത്. ചാലിശ്ശേരി ആലിക്കരയിലെ കുടുംബസംഗമത്തിലായിരുന്നു മറുപടി. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന CV ബാലചന്ദ്രൻ പരിപാടിയിൽ പങ്കെടുത്തില്ല. കഴിഞ്ഞ ദിവസം കപ്പൂരിൽ നടന്ന പ്രാദേശിക കൺവെൻഷനിലാണ് CV ബാലചന്ദ്രൻ VT ബൽറാമിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ഈ ദുർഭരണം ഏറ്റവും അടിയന്തരമായി അവസാനിക്കണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ നാട് കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ജനവികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ജനവികാരത്തെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈ തൃത്താലയടക്കം ജനങ്ങൾ ശരിയായ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പുറകിൽ നിന്ന് കുത്തുന്ന സമീപനം ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. വ്യക്തികളല്ല പ്രധാനം, ഈ നാടിന്റെ ജനവികാരമാണ്. ഒരു തിരുത്തലിന് വേണ്ടി തൃത്താല തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആ അന്തരീക്ഷം ഇല്ലാതാവരുത്. ശരിയല്ലേ? പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടനാംകുറിശി റെയിൽവേ മേൽപ്പാല സർവീസ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ തുടരുന്നു. ചെറിയ വാഹനങ്ങളെ കടത്തിവിട്ടുകൊണ്ടുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. പാതയിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയതോടെ യാത്രാക്ലേശം വ്യാപകമാണ്. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ സർവീസ് റോഡാണ് നവീകരിക്കുന്നത്. പാടി തകർന്നു കിടക്കുന്ന സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിയത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാത നവീകരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരികയാണ്. പാതയിൽ 10 ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ചെറിയ വാഹനങ്ങൾ പോലും ഇതിലൂടെ കടത്തിവിടാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുചക്ര വാഹനങ്ങൾ ഇതിയെ കടത്തിവിട്ടുകൊണ്ടുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. അതേസമയം നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണ് നീങ്ങുന്നെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പ്രധാന പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ മറ്റു സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ തൊഴിലാളികളെ വെച്ച് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവുമാണ് ഉയരുന്നത്. സർവീസ് റോഡിന്റെ തകർച്ച മൂലം ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. കട്ടവിരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലിയ യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത്. കിലോമീറ്ററുകൾ താണ്ടി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടുത്തുകാർക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട അപകടം. ആളപായമില്ല. ബസ് കാത്തിരിപ്പ് കേന്ദ്രവും വാട്ടർ ATMും ബസ് ഇടിച്ചു തകർത്തു. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് അപകടം സംഭവിച്ചു. ആളപായമില്ല. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. പട്ടാമ്പി ഷൊർണൂർ റൂട്ടിലോടുന്ന മുളയ്ക്കൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആളെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബസ്. ഈ സമയം ബസ്സിന്റെ ബ്രേക്കിംഗ് എയർ നഷ്ടപ്പെടുകയും നിയന്ത്രണം വിട്ട ബസ് പതുക്കെ മുന്നോട്ട് നീങ്ങി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഷെഡും സമീപത്തെ വാട്ടർ ATMും ഇടിച്ചു തകർത്തു. ഈ സമയം ബസ് സ്റ്റാൻഡിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. പട്ടാമ്പി പോലീസും നഗരസഭാ അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. അപകടത്തിൽ ബസിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട്. യന്ത്ര തകരാറാണ് അപകടത്തിന് കാരണമായതെന്ന് ബസ് ജീവനക്കാരും അറിയിച്ചു. വലിയ അപകടം കൂടിയാണ് ഇവിടെ ഒഴിവായത്. ചാലിശ്ശേരി സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ ഹൈമാസ്റ്റ് ലൈറ്റിലേക്ക് ഇടിച്ചു കയറി. ഞായറാഴ്ച വൈകിട്ട് 4:30 അപകടം. ചാലിശ്ശേരി സെന്ററിൽ നിന്നും ചങ്ങരംകുളം റോഡിലേക്ക് കയറുന്നതിനിടെ കാർ നിയന്ത്രണം നഷ്ടമായി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ച കാലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാർ യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ചക്രങ്ങൾ തകരാറിലായതോടെ ഏറെ നേരം കാർ റോഡിൽ നിന്നും നീക്കം ചെയ്യാനാകാതെ കിടന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാർ നീക്കം ചെയ്യാനായത്. കുലുക്കല്ലൂരിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം തുടർക്കഥയാകുന്നു. കുലുക്കല്ലൂർ പുറമത്ര തളമുടി ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. 1 മാസത്തിനിടെ 3 ക്ഷേത്രങ്ങളിലാണ് മോഷണം നടന്നത്. കുലുക്കല്ലൂർ പഞ്ചായത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മോഷണം തുടർക്കഥയാകുന്നത്. കഴിഞ്ഞ ദിവസം കുൽക്കല്ലൂർ പുറമത്ര തളമുടി ക്ഷേത്രത്തിലാണ് കള്ളൻ കയറിയത്. ക്ഷേത്രത്തിന് പുറത്തെ ഭണ്ഡാരം കുത്തിത്തുറന്നാണ് പണം കവർന്നത്.
ചുറ്റമ്പലത്തിന്റെ കിഴക്കുവശത്തെയും വടക്കുവശത്തെയും ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത്. എന്നാൽ അകത്തുനിന്നും ഒന്നും മോഷണം പോയിട്ടില്ല. 6 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആദ്യ മോഷണത്തിൽ വലിയ സംഖ്യ തന്നെ നഷ്ടമായിരുന്നു. അതിനുശേഷം ഇടയ്ക്കിടെ ഭണ്ഡാരം തുറന്ന് പണം എണ്ണിമാറ്റുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ സംഖ്യ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ സൂചിപ്പിച്ചത്. കള്ളന്മാർ ഓട് പൊളിച്ച് വടക്ക് വശത്തേക്കുള്ള വഴിയിൽ നിന്നുള്ള ഓടും കിഴക്ക് വശത്തേക്കുള്ള വഴിയിൽ നിന്നുള്ള ഓടും 2 സൈഡിലും ഓട് പൊളിച്ചിട്ടുണ്ട്. ഓട് പൊളിച്ച് അകത്ത് കയറിയിരുന്നു. പക്ഷെ അകത്തെ ഭണ്ഡാരം ഒന്നും കുത്തി തുറന്നിട്ടില്ല. വാതിലിൻ്റെ ചീർപ്പലെടുത്ത് മെയിൻ വാതിലിൻ്റെ ചീർപ്പലെടുത്ത് മാറ്റി പുറത്തെ ഭണ്ഡാരം കുത്തി പൊളിച്ച് ഭണ്ഡാരത്തിൽ നിന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ അമ്പലത്തിൽ ഇത് 6 മാസത്തിനകം 2ാമത്തെ പ്രാവശ്യമാണ് കള്ളന്മാർ കയറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വളരെ ഒരു സാമ്പത്തിക നഷ്ടം വന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിൻ്റേതായ പ്രീക്കോഷൻ ആയിട്ട് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം പൈസ എണ്ണി മാറ്റി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ലോസ് വന്നിട്ടില്ല. ക്ഷേത്രം അധികൃതരുടെ പരാതിയിൽ ചെർപ്പശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കുലുക്കല്ലൂർ വെള്ളാഞ്ചേരി ശിവക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് മുളയങ്കാവ് സുബ്രഹ്മണ്യ കോവിലിലും മോഷണം നടന്നത്. തൃത്താല ഞാങ്ങാട്ടിരിയിൽ നിരവധി പേരെ കടിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് കരുതുന്ന തെരുവ് നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഞാങ്ങാട്ടിരി സ്വദേശികളായ മുഹമ്മദ് അലി, ഖദീജ, അരുൺ, ഷഫീഖ് എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തെരുവ് നായയുടെ കടിയേറ്റത്. കടിയേറ്റ 4 പേരും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയതെന്നു കരുതുന്ന കറുപ്പ് നിറത്തിലുള്ള നായയുടെ ജഡമാണ് പിന്നീട് കണ്ടെത്തിയത്. തലേ ദിവസം കറുപ്പ് നിറത്തിലുള്ള നായ കൂറ്റനാട് ടൗണിൽ 5 പേരെ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അതേസമയം പേവിഷബാധ മൂലമാണോ നായ ചത്തതെന്ന ആശങ്കയും ശക്തമാണ്. പേളകിയാണോ നായ ചത്തതെന്ന് പരിശോധിക്കണമെന്നും മനുഷ്യർക്കു പുറമെ മറ്റു ജീവികളെയും തെരുവ് നായ്ക്കളെയും കടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സാമൂഹിക പ്രശ്നത്തിനിടയാക്കുമെന്നും സാമൂഹിക പ്രവർത്തകൻ ഹുസൈൻ തട്ടത്താഴത്ത് പറഞ്ഞു. ഞാങ്ങാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഭീതി പടർത്തിയ തെരുവ് നായ ചത്തതായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഇത്രയാണ്, ഒരുപാട് ജീവികൾക്കിടയിലൂടെ ഈ നായ സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ മനുഷ്യരെ ആക്രമിച്ചിട്ടുണ്ട്. 5ലധികം ആളുകളെ നമുക്ക് നേരിട്ട് അറിയാവുന്നവരെ ആക്രമിച്ചതായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. തെരുവ് നായ്ക്കളുടെ ഒരു കൂട്ടം തന്നെ എന്ന് പറഞ്ഞാൽ മനുഷ്യരുള്ളതിനധികം തെരുവ് നായ്ക്കളുള്ള ഒരു നാടായിട്ട് ഞാങ്ങാട്ടി ചുറ്റുപാട് മാറിയ ഒരവസ്ഥയിൽ ഇത്തരം ഒരു നായ പേ പിടിച്ചതാണോ സംശയത്തിൻ്റെ പേര് ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി അന്വേഷണം നടത്തണം. ഇത് ഏത് തരത്തിലുള്ള മറ്റുള്ള ജീവികളെ ആക്രമിച്ചിട്ടുണ്ടോ, അവരായിട്ട് തൊട്ടിട്ടുണ്ടോ എന്നുള്ളത്. കാരണം നാട്ടിൽ എല്ലാവർക്കും പേ ഇളകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്ടിരിക്കാൻ ഇത്തരം ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നിർബന്ധമായും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ചാലിശ്ശേരി സെന്ററിലെ പഴയ ട്രാഫിക് ഐലൻഡ് വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നു. നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ടും നിയന്ത്രണം വിട്ട കാർ ഐലൻഡിലിടിച്ച് അപകടമുണ്ടായി. ഇരുമ്പിലാവ് നിലമ്പൂർ പാതയിലെ ചാലിശ്ശേരി മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പഴയ ട്രാഫിക് ഐലൻഡ് പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും അധികൃതർ തയ്യാറായിട്ടില്ല. ജംഗ്ഷനിലെ റോഡ് വികസനത്തിന്റെ ഭാഗമായി സൂചനാ ബോർഡുകൾ സ്ഥാപിച്ച ട്രാഫിക് തറ റോഡിനോട് ചേർന്നാണുള്ളത്. ചങ്ങരംകുളം, പട്ടാമ്പി, ഗുരുവായൂർ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ പഴയ ഐലൻഡിനെ ചുറ്റി വഴിതിരിഞ്ഞു പോകുന്നത് പലപ്പോഴും ഗതാഗത തടസ്സത്തിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പഴയ ട്രാഫിക് തറ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി തൊഴിലാളികളും മറ്റു സംഘടനകളും പലവട്ടം അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ഇതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. പഴയ ജംഗ്ഷനിലെ ട്രാഫിക് തറയിൽ പല രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും കൊടിതോരണങ്ങളും മറ്റും കെട്ടുന്നതിനായാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് പോസ്റ്റ് ദിശാസൂചനാ ബോർഡ് മാത്രമാണ് ഇവിടെയുള്ളത്. ഇത് മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇരുചക്രവാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് കഴിഞ്ഞ മാസം അപകടം നടന്നിരുന്നു. നിലവിൽ ജംഗ്ഷനിലുള്ള ഹൈമാസ്റ്റ് ലൈറ്റിനു ചുറ്റും പുതിയ ട്രാഫിക് തറ ഒരുക്കി പഴയ തറ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരും വാഹനയാത്രക്കാരും ആവശ്യപ്പെടുന്നത്. അനധികൃത വയറിംഗ് തടയുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ പട്ടാമ്പി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. CITU പട്ടാമ്പി ഡിവിഷൻ സെക്രട്ടറി AV സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി രാജൻ സ്മാരകത്തിൽ വെച്ചാണ് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITUവിന്റെ പട്ടാമ്പി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. CITU പട്ടാമ്പി ഡിവിഷൻ സെക്രട്ടറി AV സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ 17 മുദ്രാവാക്യം വിശദീകരിക്കാൻ പോകുന്നു. 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ വെച്ചു. ലേബർ കോഡ് പിൻവലിക്കുന്നത് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ലൈസൻസിന് വയർമാന്മാരെ എങ്ങനെ ലേബർ കോഡ് പിൻവലിക്കുന്നത് ബാധിക്കുക, നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമേ അല്ലല്ലോ എന്നാണ് നാം ചിന്തിക്കുന്നത്.
ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് തൊഴിൽ നിയമം. ആ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതെയാക്കി, ആ തൊഴിൽ നിയമങ്ങളെല്ലാം കൂടി ഒന്നാക്കി ലേബർ കോഡ് എന്ന് പറഞ്ഞ ഓമന പേരിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് അതിന് പ്രധാനമായി ആ ലേബർ കോഡിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാം, അതിന്റെ ഭാഗമായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ബേസിക്കായി 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നുള്ളത് ഈ രാജ്യത്താകെ ലോകത്താകെ അംഗീകരിക്കപ്പെട്ട പൊതു മുദ്രാവാക്യമാണ്, ആകെ അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. ഇപ്പോ ആ മുദ്രാവാക്യത്തെ ഈ ലേബർ കോഡ്, പുതിയ ലേബർ കോഡ് വന്നതിന് ശേഷം ഈ ഇൻഫോസിസിന്റെ ചെയർമാൻ നാരായണൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ, ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഒരു കാര്യമാണ്, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞായറാഴ്ച എന്തിനാ തൊഴിലാളികൾ അവധി? ഇതോടൊപ്പം അനുമോദ സദസ്സും സംഘടിപ്പിച്ചു. എം ഏരിയ പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. എം ഷൗക്കത്ത്, എ ചന്ദ്രൻ, കെ ജഷീർ, പി സുധാകരൻ, കെ ശശി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. SLC+2 ഉന്നത വിജയം കൈവരിച്ച അംഗങ്ങളുടെ മക്കളെയാണ് ആദരിച്ചത്. അനധികൃത വയറിംഗ് തടയുവാൻ നടപടി സ്വീകരിക്കുക, അനധികൃത വയറിംഗ് തടയുവാൻ രൂപീകരിച്ച ജില്ലാതല സമിതിയും പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. വീടിന്റെ ഓടിനുള്ളിൽ കയറിക്കൂടി മൂർഖൻ പാമ്പ്. വിളയൂർ കരിങ്ങനാടായിരുന്നു സംഭവം. കൈപ്പുറം അബ്ബാസ് പാമ്പിനെ പിടികൂടി. വിളയൂർ കരിങ്കനാട് വടക്കേക്കളത്തിൽ രവീന്ദ്രന്റെ വീടിന്റെ ഓടിനുള്ളിൽ നിന്നുമാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് മൂർഖൻ പാമ്പിനെ വീട്ടുകാർ ഓടിനു മുകളിൽ കണ്ടത്. തുടർന്ന് കൈപ്പുറം അബ്ബാസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അബ്ബാസ് സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. തിരുമിറ്റക്കോട് ഇരുമ്പകശ്ശേരിയിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറളാച്ചിക്കുന്ന് ഈങ്ങപ്പുള്ളി വളപ്പിൽ 62 വയസ്സുള്ള അച്യുതൻ എന്ന കുട്ടനെയാണ് കഴുത്തറുത്തു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിന്റെ വലതുവശത്തും മുന്നിലും ആഴത്തിൽ മുറിവേൽപ്പിച്ച നിലയിൽ വീട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു. അനിതയാണ് ഭാര്യ. അശ്വതി, രമ്യ, ഐശ്വര്യ, ആതിര എന്നിവർ മക്കളാണ്. യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി അങ്ങാടി തോപ്പിൽ കിടങ്ങത്ത് ബിനോയുടെ മകൻ 21 വയസ്സുള്ള അനിക്കിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഉടൻ തന്നെ യുവാവിനെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.